ഹലോ, വെൽക്കം ടു സയൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത തിയറിയാണ് ബാലൻസ് തിയറി. അപ്പം ഹെയ്ഡൻ്റെ ബാലൻസ് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ ഒരാൾ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുക. അതായത് ഇപ്പം ഒരു ലൈഫിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ ആളുകൾ നോക്കും. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ അവരത് കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നമ്മളെ ലൈഫിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആക്കി കൊണ്ടുപോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഇതിലൊരു ട്രയാങ്കിൾ ഉണ്ട്, POX എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതായത് പോക്സ് മോഡൽ. ഇതിൽ P എന്ന് പറഞ്ഞാൽ പേഴ്സൺ, നമ്മളാണ്. പിന്നെ O അനദർ പേഴ്സൺ, X എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ. അപ്പം ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഒന്നെങ്കിൽ പോസിറ്റീവ് ആവും, അതായത് ലൈക്കിംഗ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ്, അതായത് ഡിസ്ലൈക്കിംഗ് ആവും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു തിയറിയിൽ ഈ ട്രയാങ്കിൾ ബാലൻസ് ആവും എപ്പോഴാണെന്ന് വെച്ചാൽ PK ഓനെ ഇഷ്ടമാണ്, OK ഒരു ഒപ്പീനിയൻ ഉണ്ട്, അതാണ് X. അപ്പോൾ ഈ OK Xനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ P ഓൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് Pക്കും ഈ Xനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ, അതായത് ലൈക്കിങ്ങിൽ വരുമ്പോഴാണ് ബാലൻസ് ആവുക. ഇനി Pയും Oയും Xും അല്ലെങ്കിൽ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ, അതായത് Pക്ക് ഓനെ ഇഷ്ടമല്ല, OK Xന് ഇഷ്ടമല്ല, Xന് Pക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് അൺബാലൻസ് സ്റ്റേറ്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു ബാലൻസ് തിയറിയിൽ പറയുന്നത്. അതായത് ഈ Pയും Oയും Xും ഒരേപോലെ എല്ലാത്തിലും ഇഷ്ടമായിട്ട് വരികയാണെങ്കിലാണ് ബാലൻസ് ആവുക എന്നാണ് പറയുന്നത്. അടുത്ത തിയറി ആയിട്ട് പറയുന്നതാണ് എക്സ്പെക്റ്റൻസി തിയറി. ഈ തിയറിയിൽ പറയുന്നത് ആളുകളെ എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ മോട്ടിവേഷൻ ആണ്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്കംസിൻ്റെ എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ മോട്ടിവേറ്റ് ആവുക എന്നാണ് പറയുന്നത്. ഇതിന് 3 കമ്പോണൻസ് ആണ് വരുന്നത്: എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, വാലൻസ്. എക്സ്പെക്റ്റൻസി തിയറി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ വിചാരിച്ച ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവർ വിചാരിച്ച പോലെയുള്ള ഒരു ഔട്ട്കം കിട്ടും എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. ഇൻസ്ട്രുമെൻറ്റാലിറ്റിയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം അവർ ലെവൽ ഓഫ് പെർഫോമൻസ്, അപ്പോൾ അവർ വിചാരിച്ച ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം നല്ലതായിരിക്കും എന്നാണ്. ലാസ്റ്റ് ഒന്നാണ് ബാലൻസ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്കം അവർ പെർഫോം ചെയ്തതിന് ശേഷമുള്ള ഔട്ട്കം തമ്മിലുള്ള ഒരു താരതമ്യമാണ് നടക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചത്ര ഔട്ട്കം കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ കുറയും. ഇനി അത്രയും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ ഔട്ട്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മോട്ടിവേഷൻ കൂടുമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പം ഇതോടുകൂടി നമ്മളെ മോട്ടിവേഷൻ്റെ തിയറീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതാണ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ. 2 ടൈപ്പാണ് വരുന്നത്: ബയോളജിക്കൽ മോട്ടീവും അതുപോലെ ലേൺഡ് മോട്ടീവും. അപ്പം ബയോളജിക്കൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നേറ്റ് ഫിസിയോളജിക്കൽ നീഡാണ് ബയോളജിക്കൽ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള നീഡാണ് ഈ ഒരു ബയോളജിക്കൽ മോട്ടീവിൽ വരുന്നത്. അതായത് ഇപ്പം ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് എന്നുള്ളതൊക്കെ. ഇനി അടുത്തത് ലേൺഡ് മോട്ടീവ്. അപ്പോൾ ഈ ലേൺഡ് മോട്ടീവ് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ്. നമ്മളെ എൻവയോൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കൾച്ചറിലൂടെയൊക്കെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ് ലേൺഡ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി ബയോളജിക്കൽ മോട്ടീവിൽ വരുന്ന 2 കാര്യങ്ങളാണ് മോട്ടിവേഷൻ ഓഫ് ഹങ്കറും സെക്ഷൽ ഓറിയൻറ്റേഷനും. അപ്പോൾ മോട്ടിവേഷൻ ഓഫ് ഹങ്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് കൺസ്യൂം ചെയ്യാനും അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡാണ് ഹങ്കർ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹങ്കർ റെഗുലേറ്റ് ചെയ്യാൻ 3 ഫാക്ടേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് റോൾ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ നീഡിൻ്റെ റെഗുലേഷൻ നടക്കുന്നത് ഹൈപ്പോതലാമസിൽ വെച്ചിട്ടാണ്. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഹങ്കറിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ് ഇരിക്കുന്നത് ലാറ്ററൽ ഹൈപ്പോതലാമസിലും അതുപോലെ വെൻട്രൽ ഹൈപ്പോതലാമസിലും ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ. അപ്പം ഇതിൽ നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹങ്കർ കൂടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിറ്റി എന്നുള്ളൊരു സ്റ്റേജിൽ എത്തും. അടുത്തതാണ് ഹോർമോൺസ്. നമ്മൾ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് വിശപ്പ് ഉണ്ടാവാനും അത്
നിൽക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഹോർമോൺസ് പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഇൻസുലിൻ, ലെപ്റ്റിന്, കോളിസിസ്റ്റോകൈന്, ഗ്രലിൻ അതുപോലുള്ള ഹോർമോൺസ് ഒക്കെ നമുക്ക് വിശപ്പ് ഉണ്ടാക്കാനും അത് ഫുൾഫിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? റോൾ ഓഫ് ബ്രെയിന്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, ഹോർമോൺസ്. ഇനി അടുത്തതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതിൽ വരുന്നതാണ് അവൈലബിലിറ്റി ആൻഡ് പാലറ്റബിലിറ്റി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. പാലറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ കുറേ കഴിക്കുന്നത്. ദെൻ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ആ ഫുഡിൻ്റെ അവൈലബിളിനനുസരിച്ചിട്ട് കഴിക്കുന്നത്. അടുത്തതാണ് ലേൺഡ് പ്രിഫറൻസ് ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ളത്. ഓരോ കൾച്ചറിനനുസരിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന രീതിയിലും വ്യത്യസ്തം വരുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ അവിടുത്തെ കൾച്ചർ, റിലീജിയൻ അനുസരിച്ചിട്ട് നമ്മളെ ഫുഡിൻ്റെ എക്സ്പോഷർ ലിമിറ്റ് ചെയ്യും. അടുത്തതാണ് സ്ട്രെസ്സ്. സ്ട്രെസ്സിൽ റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അപ്പം വിശപ്പ് കൂടുന്നാണ് പറയുന്നത്. അപ്പം അടുത്തതാണ് സെക്ഷൽ മോട്ടിവേഷൻ. ഇതിൽ വരുന്നതാണ് ഹോർമോണൽ റെഗുലേഷൻ. അപ്പം ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ മെയിൽസിൽ ടെസ്റ്റിസും ഫീമെയിൽസിൽ ഓവറീസും ഈ സെക്ഷൽ മോട്ടിവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈസ്ട്രജൻ ഗൊണാഡൽ ഹോർമോൺ ഇൻ ഫീമെയിലും ആൻഡ്രജൻ ഗൊണാഡൽ ഹോർമോൺ ഇൻ മെയിലുമാണ്. അപ്പം ഈ ഇത് ഹൈപ്പോതലാമസും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഇതിൻ്റെ സെക്രീഷന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഇതിൽ പറയുന്നത് ഇപ്പം ഒരാൾ മറ്റൊരാളായിട്ട് ഫിസിക്കലി, റൊമാൻറ്റിക്കലി അല്ലെങ്കിൽ സെക്ഷലി അട്രാക്റ്റ് ആവുന്നതിനെ പറ്റിയിട്ടാണ്. അത് ചിലപ്പം സെയിം സെക്സിനോടാവാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടും ആവാം. അപ്പം നമ്മൾ ബയോളജിക്കൽ മോട്ടീവ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ലേൺഡ് മോട്ടീവ്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചലഞ്ച് മാസ്റ്റർ ചെയ്യാനുള്ള നീഡ്, എന്നിട്ട് അത് മറ്റുള്ളവരെക്കാട്ടിയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക, ദെൻ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനിൽ പറയുന്നത്. ഇനി അടുത്തതാണ് അഗ്രസീവ് മോട്ടിവേഷൻ. ഇതിൽ ഇപ്പം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാളെ ഈ ഹേർട്ട് ചെയ്യുക എന്നുള്ളൊരു ബിഹേവിയറാണ് അഗ്രഷനിൽ പറയുന്നത്. 3 ഫാക്ടേഴ്സാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ ഫാക്ടേഴ്സ് ഇതിൽ വരുന്നതാണ് ഫ്രസ്ട്രേഷൻ, അതുപോലെ ഡയറക്റ്റ് പ്രൊവോക്കേഷനൊക്കെ. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അത് നോയ്സിൻ്റെ ഇറിറ്റേറ്റിംഗ് നോയ്സ്, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ അൺകംഫർട്ടബിലിറ്റി ഒക്കെ. ഇപ്പോൾ ലാസ്റ്റ് വണ്ണാണ് ഹോർമോണൽ ഇൻഫ്ലുവൻസ്. അതിൽ വരുന്നതാണ് സെക്സ് ഹോർമോൺസ്. ഇനി അടുത്തതാണ് പവർ മോട്ടിവേഷൻ. ഇതിൽ സോഷ്യൽ മോട്ടീവിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു പവർ മോട്ടിവേഷൻ ഉള്ള ഒരാൾ എയിം ചെയ്യുന്നത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, ചാം ചെയ്യുക, ലീഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഈ ഒരു മോട്ടിവേഷൻ ഉള്ള ഒരാൾക്ക് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് അഫിലിയേഷൻ. ഇത് നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഒരു മേജർ റോൾ തന്നെ ഈ ഒരു അഫിലിയേഷൻ. നമ്മൾ മറ്റുള്ളവരോട് കണക്റ്റ് ആവാനും ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഡിസയറാണ് ഈ ഒരു അഫിലിയേഷനിൽ പറയുന്നത്. അപ്പം ഇതോടുകൂടി മോട്ടിവേഷൻ എന്നുള്ള ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.